എൻ്റെ പേര് മണി അനിൽകുമാർ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. എൻ്റെ ഏട്ടനാണ് ഇവിടെ കോവൂർ കൊല്ലപ്പണി എടുക്കുന്നത്. ഞാനും അവിടെ തന്നെയായിരുന്നു. ഇപ്പോൾ ഇൻഡസ്ട്രി പണിയാണ്. തുടർച്ചയായിട്ട് ഇങ്ങനെ അച്ഛൻ എടുത്ത തൊഴിൽ ഇങ്ങനെ തുടർന്ന് പോരുന്നുണ്ട് മാത്രം. ഞാനും തുടർന്ന് പോകുന്നു. അനിയനും പണി അറിയാം. പിന്നെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ ഉണ്ടായിരുന്നു. മക്കൾ ഇപ്പോൾ ഉള്ളത് തുടർച്ചയിൽ ആകെ 3 പേരെ ഇപ്പോൾ പണിയെടുക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്ന കോവൂർ ആല എന്ന് പറഞ്ഞ സ്ഥലം തന്നെ ഒരു 100-100 വർഷം എന്ന് അച്ഛൻ്റെ അതിൽ അറിവുള്ളൂ. അച്ഛൻ തുടങ്ങിയതാണെന്ന് അറിയുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് പുറത്തുനിന്ന് വന്നാണ് അച്ഛനെ കൂട്ടി കൊണ്ടുവന്നാണ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനത്തെ കാര്യം വയ്യോടല്ല, എന്നാലും അതിൻ്റെ കാലം നമുക്ക് കോവൂർ അവിടുന്ന് പഴയ ആൾക്കാരോട് ചോദിച്ചാൽ തന്നെ മനസ്സിലാക്കാം. നമ്മൾ പറയുന്നതിനാണ് കൂടുതൽ. എന്തായാലും ഒരു 100 വർഷത്തിലും മേലുണ്ട്. അത്രയും കാലം അത് ഇതുപോലെ ഒരു മാറ്റം വരുത്തിയില്ല. അന്നൊക്കെ ഓലപ്പുരയായിരുന്നു. സംവരണാടിസ്ഥാനത്തിൽ നമ്മൾ OBC ഗ്രൂപ്പിലാണ് വരുന്നത്. അതിൽ സർക്കാരിൻ്റെ ഇതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം നമ്മളെ മക്കളാണെങ്കിൽ ഇതിലേ കൊണ്ടുവരാനുള്ള താല്പര്യപ്പെടുന്നില്ല ഞങ്ങൾ. കാരണം ഒരു കരിയറിൻ്റെ ജീവിതമായിട്ട് തന്നെ കാണുന്നുള്ളൂ എല്ലാവരും. പൊതുവെ ജനങ്ങൾ കണക്കൂട്ടുക ഈ ഇതിൻ്റെ പണത്തിൻ്റെ ആയിരിക്കും. ഇപ്പോൾ ഒരു കത്തി കൊണ്ടുവന്ന് ഇപ്പോൾ ഓല് കണക്കൂട്ടുക, ഇപ്പോൾ ഒരു 100 കത്തി കിട്ടിയാൽ എങ്ങനെയാവും എന്നുള്ളതാണ് മൊത്തം കണക്ക് കൂട്ടുക. പക്ഷെ നമ്മൾ എപ്പോഴും ചോദിക്കുന്നത് ഒരു വീട്ടിൽ നിന്ന് ഒരു കത്തി അല്ലാതെ ഡെയിലി കത്തി കൊണ്ടുവരുമോ? ആ കണക്കല്ല കണക്ക്. അതല്ലേ കൊല്ലൻ്റെ കാര്യങ്ങൾ കൊല്ലന് മാത്രമേ അറിയുള്ളൂ.